നമസ്കാരം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ബി.ജെ.പിയും കോൺഗ്രസും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് പാർട്ടികളിൽ നിന്നും നേതാക്കൾ കൂട്ടത്തോടെ രാജിവെച്ചൊഴിയുന്ന സാഹചര്യമാണ് ഹരിയാനയിൽ നിലവിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പാർട്ടികളിൽ നിന്നും വന്നിട്ടുള്ള നേതാക്കൾക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഥമ പരിഗണന കിട്ടാതായും അർഹതയുള്ളവരെ ഒഴിവാക്കിയെന്നുമുള്ള വിമർശനമാണ് രണ്ട് പാർട്ടികളിലും ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാവ് രാജേഷ് ജൂൺ മൊത്തം പദവികളും രാജിവെച്ച് കോൺഗ്രസ് വിടുകയാണ് ഉണ്ടായത്. നേതൃത്വം തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് നിമിഷം അവർ തന്നെ ചതിക്കുകയായിരുന്നു എന്നാണ് രാജേഷ് ജൂൺ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ ഇരട്ടി വോട്ടുകൾ കരസ്ഥമാക്കി വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാത്തതിനെ ചൊല്ലി 2019 രാജേഷ് ജൂൺ പാർട്ടിക്കെതിരെ ബഹദൂർഗഡ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് പാർട്ടി ഇടപെട്ടാണ് നാമനിർദ്ദേശ പത്രിക രാജേഷ് ജൂൺ പിൻവലിക്കാനിടയായത്. മറ്റൊരു നേതാവായ കപൂർ സിംഗ് നർവാളും ഇപ്പോൾ പാർട്ടി വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ബറോഡ മണ്ഡലത്തിൽ നിന്നും തന്നെ മത്സരിപ്പിക്കാമെന്ന് ഭൂപേന്ദർ സിംഗ് ഹൂഡ വാക്ക് കൊടുത്തിരുന്നു. എന്നാൽ ആ സീറ്റ് ഇന്ദുരാജ് സിംഗ് നർവാളിന് കൊടുത്ത് പാർട്ടി തന്നെയും ജനങ്ങളെയും വഞ്ചിച്ചെന്നാണ് കപൂർ സിംഗ് നർവാൾ പറയുന്നത്. വെള്ളിയാഴ്ചയാണ് 32 പേരടങ്ങുന്ന ആദ്യ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയത്. ഇതിനുശേഷമാണ് പാർട്ടിയിൽ ചില പൊട്ടിത്തെറികളും അസ്വസ്ഥതകളും ഉണ്ടായി തുടങ്ങുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10ൽ 5 സീറ്റുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കൊയ്യാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. എന്നാൽ ഇപ്പോഴുള്ള പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടു തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്. പാർട്ടിയിലെ അതൃപ്തി വോട്ടിനെ സാരമായി ബാധിക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകളൊക്കെ ശരിയായാൽ കൊള്ളാം. ഇനി ബി.ജെ.പിയുടെ മറ്റൊരു വലിയ തിരിച്ചടി മുൻ മന്ത്രി ബച്ചൻ സിംഗ് ആര്യയും രാജിവെച്ചു എന്നുള്ളതാണ്. സീറ്റ് കിട്ടാത്തതിനെ തുടർന്നുണ്ടായ ധർമ്മസങ്കടമാണ് ഇപ്പോൾ രാജിയിൽ അവസാനിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഫിഡോൺ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചെങ്കിലും 3000 വോട്ടുകൾക്ക് അദ്ദേഹം തോറ്റ് തുന്നമ്പാടിയ സാഹചര്യമാണ് ഉണ്ടായത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ വൈദ്യുതി മന്ത്രി രഞ്ജിത് സിംഗ് ചൌട്ടലയും രതിയ MLA ആയ ലക്ഷ്മൺ നപയും ബി.ജെ.പിയിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു.